നല്ല ജോഡിയല്ലേ, നല്ല ചേർച്ചയുണ്ട് പോണ കണ്ടിട്ട്. നല്ല ചേർച്ചയാണ്, ഒന്നും പറയണ്ട. എന്തായി? ഒരു കണക്കിനാണോ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ പെണ്ണുങ്ങൾ വരച്ചു നോക്കണ ഓരോ പൊല്ലാപ്പുകളെ ചുമ്മാ വീട്ടിലിരുന്നോണ്ട് ഫോണെടുത്ത് കുത്തിക്കളിയാണെന്നേ. എന്നിട്ട് കളിച്ച് ചാറ്റ് ചെയ്ത് അവസാനം കെട്ടിയതിനെയും മകനെയും വേണ്ട ഒരുത്തന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾ അറിയണം അവന് പ്രാന്താണെന്ന്. പ്രാന്തന്റെ കൂടെയാണ് അവള് ചാറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയത്. ഭ്രാന്ത് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ അവന് പേപ്പട്ടിയും കളിച്ചിട്ടുണ്ട്. അതേപോലെ കിടന്നാണ് അവൻ കിടന്ന് കാണിക്കണത്. പുക അടിച്ച് കയറ്റിയിട്ട്. സാറ് ഒന്നിപ്പിച്ച് വിട്ടില്ലേ? ഒന്നും പറയണ്ട. തിരിച്ചു ചെല്ലുമ്പോൾ അവളുടെ കെട്ടിയനെ അവളെ സംഭവിക്കുമോ? എടുക്കുവോ? ഞാൻ അവന്റെ കൈയും കാലം പിടിച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവനൊരു മാന്യനായതുകൊണ്ട് കൊണ്ടുപോയി. അതെ. അത് സാറേ, അത് വേറൊരു കേസ് കൂടിയുണ്ട്. സാറൊന്ന് ഇടപെടേണ്ടി വരും. അതേത് കേസ്? നമ്മുടെ കുടുംബത്തും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കുടുംബത്താ? അതാരാണ്? അയ്യോ സാർ, ഞാനല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടാ? മിനുക്കുട്ടി, കുറെ ദിവസമായി ചാറ്റിങ് തുടങ്ങിയിട്ട്. അതെ. പിന്നെ ആരാർച്ചി? നമ്മുടെ നാട്ടുകാരൊന്നും അല്ല, അമേരിക്കക്കാരൻ. ഓ, അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. ആഹാ. പേരെന്താ? പേര്? അത് വലിയ പേരാ സാറേ. നമുക്കൊക്കെ ഒരു പേരില്ലല്ലോ സാറേ. ഇയാൾക്ക് 3 പേരുണ്ട്. സാഗർ, എലിയാസ്, ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ. മീനുക്കുട്ടി, ആ പേരൊന്ന് പറഞ്ഞു കൊടുക്ക്. സാറേ, സുന്ദരൻ, സുമുഖൻ, വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹീസ് ഫ്രം അമേരിക്ക. വില്യം ഫെഡറിക് തോമസ്. എന്തോ എന്നെ വിളിച്ചോ? ഹീസ് ഫ്രം അമേരിക്ക, വെൽ എഡ്യൂക്കേറ്റഡ്, സുന്ദരൻ, സുമുഖൻ. ചെറിയൊരു കുഴപ്പമില്ല. ഭ്രാന്താണെന്ന് മാത്രം.